നീ പെണ്ണും ചെറുക്കനും ചേർന്നിരുന്നേ. സഹിക്കാം. അതെ, ഇപ്പൊ പെണ്ണുടുത്തോണ്ട് ഇറങ്ങേണ്ട സാരിയുടെ ഡിസൈൻ പിടികിട്ടി. ഇനി കളർ സെലക്ട് ചെയ്താൽ മാത്രം മതി. വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയത് വന്ദനയോട് പറയണം. കെട്ടിയത് ഞാനാണെന്നറിയുമ്പോൾ അവൾ എന്നെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ നിർബന്ധിതയാവും. വന്ദനയും ഞാനും ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞാൽ നീലിമയ്ക്ക് അവളുടെ വഴി നോക്കാം. മോളെ നീ ആരെയും ഫോൺ ചെയ്യുന്നേ? അമ്മേ, ഞാൻ വർഷയെ പലതവണ ട്രൈ ചെയ്തിട്ടും അവളെ കിട്ടുന്നില്ല. വർഷയ്ക്ക് കോളൊന്നും പോകുന്നില്ലല്ലോ. അവിടെ ചിലപ്പോ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആയിരിക്കും മോളെ. എങ്കിൽ ശ്യാമിനെ വിളിക്കാം. ശ്യാമു വർഷയെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിക്കട്ടെ. അതൊന്നും വേണ്ട മോളെ, ശ്യാമിനെ വിളിച്ച് ശല്യം ചെയ്യണ്ട. അശോകേട്ടൻ നീ വിളിക്കുന്നു എന്നറിഞ്ഞാലേ അത് മതി വല്ലതും വിളിച്ചു പറയാൻ. ചേട്ടന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്നാലും വർഷ എന്താ ഫോൺ എടുക്കാത്തെ? അതൊന്നും അറിഞ്ഞാൽ നല്ലതായിരുന്നു. ഇപ്പൊ തന്നെ രാത്രി ഒരുപാടായില്ലേ മോളെ, അവൾ ഉറങ്ങിക്കാണും. ഇനിയിപ്പോ ഇന്ന് വിളിക്കാൻ നിൽക്കണ്ട, നാളെ വിളിക്കാം. ദേമോള് സുചിത്രയുടെ മുറിയിലുണ്ട്. നീ മോളെ വിളിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. വർഷയ്ക്കിത് എന്താ പറ്റിയത്? ഫോണിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല. എന്തോ കുഴപ്പമുണ്ട്. വന്ദനേച്ചിയാണല്ലോ. ഹലോ ചേച്ചി. ശ്യാമേ, സുഖാണോ നിനക്ക്? സുഖാണ് ചേച്ചി. വർഷയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അമ്മയും വിളിച്ചു, എടുത്തില്ല. എല്ലാവരും ആകെ ടെൻഷനില്ല. വർഷ കോളേജിൽ വരുന്നുണ്ടല്ലോ അല്ലേ? വർഷ കുറച്ച് നാളായി കോളേജിലേക്ക് വന്നിട്ട്. തൽക്കാലം ആ കാര്യം കൂടി ചേച്ചിയോട് പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കണ്ട. ഹലോ ഹലോ ശ്യാമേ, നീ എന്താ പറയുന്നത്? കേൾക്കുന്നില്ലല്ലോ. ഞാനിവിടെ തന്നെ ഉണ്ട് ചേച്ചി. ചേച്ചി പറഞ്ഞു. നീ വർഷയെ കോളേജിൽ വെച്ച് കാണില്ലേ? അപ്പോ അമ്മയൊന്ന് വിളിക്കാൻ പറഞ്ഞാ മതി. മാർക്കത് പറയണേ. പറയാൻ ചേച്ചി. ഞാൻ വർഷയെ കൊണ്ട് അമ്മയെ വിളിപ്പിക്കാം.
അതുപോലെ. ശരി. ശരി ചേച്ചി. വിക്രമിന്റെ കാര്യം പറയാതിരിക്കുന്നതാ നല്ലത്. പലപ്പോഴും പല സ്വഭാവം, നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. വീട്ടിലേക്ക് വരാറില്ലേ? വന്നിട്ട് കുറെ നാളായി. അച്ഛനും അമ്മയ്ക്കും ഞങ്ങളോടുള്ള ദേഷ്യം മാറിക്കാണില്ല അല്ലേ? അത് പഴയ വൈരാഗ്യത്തിന്റെ കഥയല്ലേ? ചന്ദ്രികമായി മാധവൻ എന്ന കാമുകനോടെ നാട് വിട്ടപ്പോൾ മുതലുള്ള പ്രതികാരം. അത് ഇത്രയും നാളായിട്ടും കെട്ടടങ്ങിയില്ലെന്ന് വെച്ചാ കഷ്ടം തന്നെയാ. പഴയ രാജകുടുംബം അല്ലേ ചേച്ചി, പ്രതികാരം മറക്കില്ല. ചേച്ചി സമാധാനമായിട്ട് ഫോൺ വെച്ചോ. വർഷയെ കൊണ്ട് ചേച്ചിയും അമ്മയും വിളിപ്പിക്കുന്ന കാര്യം ഈ ക്ഷാമേറ്റു. ശരി. ശരി. വർഷയൊന്ന് വിളിച്ചു നോക്കാം. ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇവൾക്ക് എന്താ സംഭവിച്ചത്? ഒരു മെസ്സേജ് അയക്കാം. മാധവേട്ടൻ എത്ര നാളായി ഓട്ടോ ഓടാൻ തുടങ്ങിയിട്ട്? ഓ, അധിക നാളൊന്നും ആയിട്ടില്ല. ഓട്ടോമൊബൈൽ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞപ്പോ വെറുതെ ഇരിക്കണ്ടെന്ന് കരുതി. ഈ വണ്ടി സ്വന്തമാണോ? അല്ല, ഒരു പരിചയക്കാരന്റെ വണ്ടിയാ. ദിവസക്കൂലിക്കാ ഓട്ടം. മാന്യമായ തുക കിട്ടുന്നുണ്ട്. ഓട്ടോയ്ക്ക് അല്ലെങ്കിലും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടല്ലോ. അല്ലേലും മാധവേട്ടനെ ആരും വിശ്വസിച്ച് വണ്ടി ഏൽപ്പിക്കും. ഒന്നാമത്തെ കാര്യം മെക്കാനിക് ആയതുകൊണ്ട് വണ്ടി ഒരിക്കലും വഴിയിലാകുമെന്ന പരാതി കേൾക്കണ്ട. ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോവാ. എല്ലാം ദൈവാനുഗ്രഹം. ചിലരൊരു പ്രായം കഴിഞ്ഞാൽ ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ തന്നെ കൂലി കൂടിയിരിക്കും. അതും ശരിയാ. എന്നാലും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ജോലിക്ക് പോകുമ്പോ ഒരു പ്രത്യേക എനർജിയാ. ഓട്ടോ ഉള്ളപ്പോ ഓടാം, അല്ലാത്തപ്പോ 10 പേരെ കണ്ട് സംസാരിക്കാനും പറ്റുമല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ഓ ശരി. വൈകരുത് കേട്ടോ. ആ കന്നിമൂലയിൽ ബെഡ്റൂം തന്നെ വേണം. അതങ്ങനെ തന്നെ വരൂ. ഇത് വസ്തുവിന്റെ കിടപ്പുണ്ട് സാറിന് തോന്നുന്നതാ. ശരി, പാറ ഇറക്കുമ്പോഴേ ലോഡ് ശ്രദ്ധിക്കണം. ഇതായി 5 ലക്ഷം രൂപയുണ്ട്. പണി തുടങ്ങിക്കോ. കയ്യിൽ വെച്ചിരുന്നാലേ ശരിയാവില്ല. ഇതിലൊരൊപ്പിടും. ക്യാഷ് തന്നാലേ എല്ലാത്തിനും ഒരു രേഖ വേണമല്ലോ. ഇതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണെന്നല്ലേ? ഓ അതെ. ഞാനിങ്ങനെയാ, എന്തു കൊടുത്താലും എല്ലാത്തിനും അതിൻ്റെതായ കണക്ക് വയ്ക്കും. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ. എന്തു പറ്റി മാധവേട്ട? അല്ല, ആ പോയത് എൻ്റെ മൂത്ത മോനാ പ്രകാശൻ. അവൻ ആരോടോ സംസാരിക്കുന്നതും പണം കൊടുക്കുന്നതൊക്കെ കണ്ടു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവിടെ ഫ്ലോട്ടുകൾ തിരിച്ച് വിൽക്കുന്ന വസ്തുക്കളാ. മാധവേട്ടന്റെ മോൻ സംസാരിച്ചത് ആ ബിൽഡിംഗ് കോൺട്രാക്ടർ ബിജുവിനോടാ. പണം ഏൽപ്പിച്ച സ്ഥിതിക്ക് വീട് പണിയാനുള്ള കോൺട്രാക്ട് പറഞ്ഞുറപ്പിച്ചതായിരിക്കും.
വാ പോവാം മാധവേട്ടാ. ആ ആ പോവാം മാധവേട്ടാ. കറണ്ട് പോയോ? ഇൻവേർട്ടർ വർക്കിംഗ് ഇല്ലേ? വർഷയുടെ ഫോണിലാണല്ലോ നോട്ടിഫിക്കേഷൻ വരുന്നത്. കറണ്ട് പോയപ്പോ മൊബൈൽ ക്യാമറ ഓഫായി. അതാ മൊബൈലിൽ റേഞ്ച് വന്നത്. അവന്റെ മെസ്സേജ് നോക്കാം. ഓ പക്ഷേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ആഹാ, വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? പക്ഷേ നീ എവിടെയാ? നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഓ, നീ എന്താ തിരിച്ചു വിളിക്കാത്തത്? ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു എന്നറിയോ? ഓ, തീർന്നില്ല. അവന്റെ കുറെ മിസ് കോളും കിടപ്പുണ്ട്. അല്ല, ഏട്ടൻ ഓഫീസിൽ പോകുന്നില്ലേ? പോണം. എന്താ ഒരു അസ്വസ്ഥത? വീണ്ടും പഴയ മൈഗ്രെയിൻ വന്നോ? എങ്കിലൊന്ന് റെസ്റ്റ് എടുക്കേട്ടാ. റെസ്റ്റ് എടുക്കണം, അല്ലാതെ പറ്റില്ല. ഇപ്പോ ആശ്വാസായി. ആ ഇൻവെർട്ടർ മാറ്റണം. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. അല്ല, മൈഗ്രെയിൻ റെസ്റ്റ് എടുക്കണോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മാറി. ഇത്ര പെട്ടെന്നോ? ആ ഈ ഏട്ടന്റെ ഒരു കാര്യം. പക്ഷേ നീ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരും. ശ്യാം, കുത്തിയിരുന്ന് വിളിക്കാവൻ. ആ, അവളുടെ ഫോണേ എയറോപ്ലെയിൻ മോഡില്. അളിയാ മിതുരെ, ചായ കൊള്ളാല്ലേ? ഒന്നുകൂടെ കീച്ചണോ? ആ, ബിയറായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ 1-2 എണ്ണം. പിന്നെ ബിയറടിക്കാനുള്ള മേളം. നിനക്കെന്താടാ ഒരു മൗനം?
ചായ ഇഷ്ടപ്പെട്ടില്ലേ? അതല്ലടാ, പിന്നെ വേറെ ചായ വേണോ? ഞാൻ വർഷയെ കണ്ടിരുന്നു. ഓഹോ, അതാണ് അളിയ മൗനവ്രതത്തിലായത്. വർഷയെ കണ്ട വിവരം വിവരിക്കാനാണെങ്കിൽ വേണ്ട. വേണ്ടളിയ. പണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ടു സംസാരിച്ചെന്ന് പറയുമ്പോ കേൾക്കാൻ ഒരു പ്രത്യേക ത്രില്ലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പോയി. വർഷ ഇപ്പൊ മറ്റൊരാളുടെ ഭാര്യ. നീ അവളുടെ ഒരു പൂർവ്വ കാമുകനും. കേൾക്കാൻ ഒരു ത്രില്ലും ഇല്ലളിയ. നീ വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറ. അവൻ പറഞ്ഞത് ശരിയാ ശ്യാമേ, നീ വർഷയുടെ കാര്യം മറന്നാണോ? അങ്ങനെ മറക്കാൻ പറ്റൂടാ എനിക്ക് അവളെ. ഞാൻ വളരെ മെലിഞ്ഞു, ക്ഷീണിച്ചു പോയി. എൻ്റെ പഴയ ഉത്സാഹവും പ്രസരിപ്പും ഒക്കെ നഷ്ടപ്പെട്ടെന്ന്. ആ പഴയ പ്രസരിപ്പ് ഉത്സാഹമൊക്കെ വീണ്ടെടുക്കാനുള്ള സാധനം അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. ഒരു പാക്കറ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചൂടായിരുന്നോ? എടാ, വിക്രം അധോലോക നായകനായിരിക്കും. അയാൾക്ക് വലിയ സ്വാധീന ശക്തിയും പിടിപാടും ഒക്കെ കാണും. പക്ഷെ ഏതാനയ്ക്കും ഒരു നാൾ അടി തെറ്റും. അടിതെറ്റും, അത് ആനയ്ക്ക്. പക്ഷേ വിക്രമിനെ തെറ്റില്ല. വിക്രം. ആ, അവന്റെ പേര് നീ മറന്നിട്ടില്ല. നിന്നെ ഞാനും. എന്റെയും വർഷയുടെയും കല്യാണത്തിന് കെട്ടുതാലി എടുത്തു തന്ന അല്ല, അവളുടെ ഇഷ്ടപ്രകാരം എടുത്ത് തരിയിപ്പിച്ച അമ്മാവന്റെ സ്ഥാനമായിരുന്നല്ലോ നിനക്ക്. അങ്ങനെങ്ങ് മറക്കാൻ പറ്റുമോ? ശ്യാം എന്നോടൊന്ന് പറഞ്ഞു. എവിടേക്ക്? വാടാ, കാറി കയറ്. പറ്റില്ല. എവിടെ പോകുന്നു, എന്തിനു പോകുന്നു അറിഞ്ഞിട്ടേ ശ്യാം വരൂ. നീ ആരാടാ ഇതൊക്കെ ചോദിക്കാൻ? ശ്യാമിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്നാലേ ബെസ്റ്റ് ഫ്രണ്ടിന് ഇതിരിക്കട്ടെ. വിക്രം വേണ്ട, ഞാൻ വരാം. ശ്യാം, ഞാൻ പോയിട്ട് വരാം. എവിടേക്ക് അറിയില്ല. ആ ചെറുക്ക, ശ്യാമിനെ കൊണ്ടുപോകുന്ന ഞാനാ. അവനെ തിരിച്ചു കൊണ്ടുവരാനും എനിക്കറിയാം. മനസ്സിലാടാ? വാടാ. എടാ ഫൈസലേ, എന്തോ അപകടം ഉണ്ടല്ലോ. ഇത് എൻ്റെ വീടാണല്ലോ. എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അത് ഇറങ്ങി കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. വിക്രം, വല്ലാണ്ട് ഓവർ ആവരുത്. എന്നെ ഇവിടെ ഇറക്കിയിട്ട് പോകാൻ നോക്ക്. നിന്നെ ഇറക്കിയിട്ട് പോവാൻ തന്നെയാ വന്നത്. അതിനു മുമ്പേ നിന്റെ തന്ത എനിക്കൊന്ന് കാണണം. വിക്രം, നിങ്ങളിപ്പോ വെറുതെ സീൻ ഉണ്ടാക്കരുത്. പാടോ എന്താ നിങ്ങൾ എന്തിനാ ആവശ്യമാണ് അച്ഛനെ വിളിക്കുന്നത്? നീ പോടാ ഇറക്കാം. അശോകർമ്മേ, അകത്ത് കയറി ഇരിക്കാൻ ഇറങ്ങി പാടോ ഇങ്ങോട്ട്. ഇറങ്ങി പാടോ. വിക്രം, അതിനാ
ആരാ? ഞാൻ നിങ്ങളുടെ മോൻ ശ്യാമിന്റെ 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 ഗേൾഫ്രണ്ട് വർഷയുടെ ഭർത്താവ്. വർഷ അറിയില്ലേ? വർഷ അറിയില്ലെങ്കിൽ പറയാം. പണ്ട് ഈ തറവാട്ടിന്ന് മതിൽ ചാടിപ്പോയ പുന്നാര പെങ്ങളുടെ ഇളയ മകള് വർഷ. ഇതേ ഇത് കോവിലക. കണ്ണി കാണുന്ന തെമ്മാടികൾക്ക് കയറി ഇറങ്ങാനുള്ള സത്രമല്ല ഇത്. ഇങ്ങോട്ട് മാറ. നിന്റെ ഭാര്യയുടെ വീട്ടുകാരുമായി ഈ കോവിലകത്തിന് യാതൊരു ബന്ധവും ഇല്ല. അവരെ ആ ജന്മ ശത്രുക്കളാ. അവരുടെ പേര് പറഞ്ഞു ഒരൊറ്റൊരുത്തനും ഈ മുറ്റത്ത് കാലെടുത്ത് വെച്ചേക്കരുത്. ഇറങ്ങിപ്പോ. ഓടാ. അച്ഛാ